Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഫ്രണ്ട്സ്, ഇനി നമ്മൾ നോക്കുന്നത് ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക. അതിനുള്ള ഷെൽ സ്ക്രിപ്റ്റ് പ്രോഗ്രാം നമ്മൾ ചെയ്യണം. അപ്പം ഞാൻ അതിനായിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ആണ്. ഞാനോ ഫയൽ ഡോട്ട് SH ടൈപ്പ് ചെയ്തു. അപ്പോൾ ഷെൽ സ്ക്രിപ്റ്റിനുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്തു. അത് ഓപ്പൺ ആക്കാൻ ജസ്റ്റ് എൻ്റർ അടിച്ചു. അതിനുശേഷം ഷെബാങ് ക്യാരക്ടർ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ബിൻ ബാഷ് ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം എന്താണ് നമ്മൾ പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കുന്നത്. ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ പറഞ്ഞാൽ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് വിഡ്ത്ത്, അതായത് ലെങ്ത് പ്ലസ് വിഡ്ത്ത്. അപ്പോൾ ലെങ്ത്തും വിഡ്ത്തും ആദ്യം നമ്മൾ യൂസറിൽ നിന്ന് റീഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് റീഡ് കമാൻഡ് യൂസ് ചെയ്യാം. റീഡ് -p എൻ്റർ ലെങ്ത് ആൻഡ് വിഡ്ത്ത്. നമ്മൾ ഒറ്റ ലൈനിൽ തന്നെയാണ് ലെങ്ത്തും വിഡ്ത്തും സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം ലെങ്ത് കൊണ്ടുള്ള വേരിയബിളിലേക്ക് ലെങ്ത്തും വിഡ്ത്ത് എന്ന വേരിയബിളിലേക്ക് വിഡ്ത്തും സ്റ്റോർ ചെയ്തു. അപ്പം ലെങ്ത്തും വിഡ്ത്തും നമ്മൾ സ്റ്റോർ ചെയ്തു. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒറ്റ ലൈനിൽ തന്നെ അത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 2 ലൈനായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ആദ്യം ഒറ്റ ലൈനിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം റിസൾട്ട് എന്ന വേരിയബിൾ ജസ്റ്റ് സ്റ്റോർ ചെയ്തു. അതിനുശേഷം കമാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡോളർ സിംഗിൾ ബ്രാക്കറ്റ് ഇതിന്റെ അകത്ത് നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതിന്റെ ഔട്ട്പുട്ട് ഏത് കമന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിന്റെ ഔട്ട്പുട്ട് റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഞാൻ അവിടെ കണ്ടുപിടിക്കുന്നത് എക്കോ കമന്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എക്കോ കൊടുത്തു. അതിനുശേഷം ലെങ്ത്തും വിഡ്ത്തും, അപ്പൊ ലെങ്ത്ത് പ്ലസ് വിഡ്ത്ത് പ്ലസ് ലെങ്ത്ത് പ്ലസ് വിഡ്ത്ത്, ഒന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അതിനുശേഷം പൈപ്പിംഗ് കൊടുക്കുക, PC കമന്റ് കൊടുക്കുക. അതിനുശേഷം എനിക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ എക്കോ കമന്റ് യൂസ് ചെയ്യുക. അതിനുശേഷം പെരിമീറ്റർ ഈക്വൽ ടു റിസൾട്ട് ജസ്റ്റ് പ്രിന്റ് ചെയ്യിക്കുക. ഇത് ജസ്റ്റ് സേവ് ചെയ്യാൻ Ctrl+O, സെയിം ഫയലിനായതുകൊണ്ട് എൻ്റർ അടിക്കുക, Ctrl+X അടിക്കുക. അതിനുശേഷം റൺ ചെയ്യിക്കാൻ ബാഷ് ഫയൽ ഡോട്ട് SH ജസ്റ്റ് റൺ ചെയ്യുക. ലെങ്ത് ഞാൻ 8ഉം വിഡ്ത്ത് 5ഉം കൊടുത്തു. അപ്പൊ എത്ര കിട്ടി? പെരിമീറ്റർ 0 കിട്ടി. നമ്മൾ കൊടുത്തതിന്റെ മിസ്റ്റേക്ക് എന്താ? ഇവിടെ ഞാൻ ഡോളർ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഏത് വേരിയബിളിന്റെയും ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഏതൊരു വേരിയബിളിലുള്ള വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഡോളർ സിമ്പിൾ യൂസ് ചെയ്യണം. ഇവിടെ ലെങ്ത് എന്നത് വേരിയബിൾ ആണ്. അപ്പൊ അതിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടണമെങ്കിൽ ഡോളർ സിമ്പിളോട് യൂസ് ചെയ്യണം. അതേപോലെ ഇവിടെയും ഡോളർ യൂസ് ചെയ്യണം, ഇവിടെയും ഡോളർ യൂസ് ചെയ്യണം, അതേപോലെ ഇവിടെയും ഡോളർ യൂസ് ചെയ്യണം. ഇനി നമ്മൾ ജസ്റ്റ് സേവ് ചെയ്യുക. അതിനുശേഷം എൻ്റർ അടിക്കുക, Ctrl+X. ഇനി ഞാൻ ജസ്റ്റ് ബാഷ് ഫയൽ ഡോട്ട് SH 8 5 ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്താൽ നമുക്ക് പെരിമീറ്റർ എത്ര കിട്ടും? 26. 8 + 5, അതായത് ലെങ്ത് 8ഉം വിഡ്ത്ത് 5 ഉള്ള ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ 26 ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കുക. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഞാൻ ജസ്റ്റ് നമ്മളിപ്പോൾ ചെയ്തത് BC കമന്റ് വെച്ചിട്ടാ ആ ഒരു ലൈൻ ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു. അതിന് പകരം നമുക്ക് ഡോളർ ഡബിൾ ബ്രാക്കറ്റ് വെച്ചിട്ട് മെത്തേഡ് ഉണ്ട്, അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് ഡോളർ ഡബിൾ ബ്രാക്കറ്റ് വെച്ചിട്ട് നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യം ഡോളർ ഡബിൾ ബ്രാക്കറ്റ് കൊടുത്തു, അതിനുശേഷം ഡബിൾ ബ്രാക്കറ്റ് കൊടുത്തു. ഇതിന്റെ അകത്തേക്കാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഇനി എന്താ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 2 കൊണ്ട് ലെങ്ത്തും വിഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലെങ്ത് എന്ന വേരിയബിളിൽ ലെങ്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് കൊടുത്തു പ്ലസ് വിഡ്ത്ത് എന്ന വേരിയബിളിൽ വിഡ്ത്തും ഉണ്ട്, ഞാൻ അതും സ്റ്റോർ ചെയ്തു. ജസ്റ്റ് ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. നമുക്ക് ഡോളർ ഡബിൾ ബ്രാക്കറ്റ് എന്ന മെത്തേഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാൻ Ctrl+O അടിച്ചു, ജസ്റ്റ് എൻ്റർ അടിച്ചു, Ctrl+X അടിച്ചു. റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ബാഷ് ഫയൽ ഡോട്ട് SH ടൈപ്പ് ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്തത് BC കമന്റ് ആയതുകൊണ്ട് ഫ്ലോട്ട് വാല്യൂ, അതായത് 3.7 അതൊക്കെ വർക്ക് ചെയ്യും. ഇവിടെ നമുക്ക് ഇന്റിജർ വാല്യൂ മാത്രമേ വർക്ക് ആവുള്ളൂ. ഞാൻ ജസ്റ്റ് 45 ടൈപ്പ് ചെയ്തു, അതിനുശേഷം 3ഉം ടൈപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര പെരിമീറ്റർ എത്ര കിട്ടി? 96. പെരിമീറ്റർ പറഞ്ഞാൽ 45 + 3 48 × 2 96. നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും ഇതേ പ്രോബ്ലം.